വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലതരത്തിലുള്ള പൂക്കളും ചെടികളും എൻ്റെ ഗാർഡനിലുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഓർക്കിഡ് പൂക്കൾ തന്നെയാണ്. ഞാൻ ഓർക്കിഡ് വളർത്താൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ആദ്യം എൻ്റെ കയ്യിൽ 8-10 ഓർക്കിഡുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വർഷം മുമ്പ് 30ഓളം ഓർക്കിഡുകൾ ഞാൻ വാങ്ങി. ചിലത് സ്പെഷ്യൽ വെറൈറ്റികളാണ്, ട്വിസ്റ്റഡ് വെറൈറ്റികൾസ്, കോമ്പാക്റ്റം, എല്ലാം ഡെൻഡ്രോബിയം ഓർക്കിഡുകളാണ്. ചെറിയ സീഡ്ലിങ്സാണ് വാങ്ങിച്ചത്. അതെല്ലാം ഇപ്പോൾ വലുതായി ഓരോന്നായി പൂക്കളിടാൻ തുടങ്ങി. കണ്ടോ എന്താ ഭംഗിയാണ് ഓരോന്നും കാണുവാൻ. ഇതെങ്ങനെയാണ് വളർത്തുന്നതെന്ന് പഠിച്ചാൽ അത് വളർത്തുവാൻ വളരെ എളുപ്പമാണ്. പൂക്കളുണ്ടായി കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായി അതിൽ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് കണ്ടോ, ഒരു 2 സ്പൈക്ക് ഉണ്ടായതാണ്. അതേപോലെ പൂക്കളെല്ലാം കൊഴിഞ്ഞപ്പോഴത്തേക്കും പുതിയതായി ഒരു സ്പൈക്കും വന്നിട്ടുണ്ട്. ഓർക്കിഡുകൾക്കൊക്കെ വില കൂടുതലായതുകൊണ്ടാണ് എല്ലാവരും ഓർക്കിഡുകൾ മേടിക്കാൻ മടിക്കുന്നത്. പക്ഷേ ചെറിയ സീഡ്ലിങ്സൊക്കെ വാങ്ങിച്ചാൽ അധികം വില കൊടുക്കേണ്ടി വരില്ല. ഇവയൊക്കെ ഫോട്ടോയിൽ കാണുന്നതിലും നല്ല ഭംഗിയാണ് നേരിട്ട് കാണുവാൻ. സാധാരണ പൂക്കളെപ്പോലെ എല്ലാ ഓർക്കിഡ് പൂക്കൾ ഇത് വിരിഞ്ഞാൽ 1 മാസം മുതൽ 3 മാസം വരെ വാടാതെ കൊഴിയാതെ നിൽക്കും. ഓർക്കിഡുകൾ മണ്ണിൽ വളരുന്നവയല്ല. അവയ്ക്ക് മീഡിയമായിട്ട് ചകിരി കഷ്ണങ്ങൾ, ഓട്ടിൻ കഷ്ണങ്ങൾ, കരി കഷ്ണങ്ങൾ, ഫ്രാഗ്നൻ മോസ്, അങ്ങനെ പലതരത്തിലുള്ള മീഡിയങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഓർക്കിഡുകൾക്ക് ലിക്വിഡ് രീതിയിലാണ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നത്. വെള്ളത്തിൽ ലയിപ്പിച്ചാണ് ഖരരൂപത്തിലുള്ള ഫെർട്ടിലൈസേഴ്സും കൊടുക്കുന്നത്. എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. സ്പ്രേ ചെയ്യുമ്പോൾ ഇലകളിലും ചുവട്ടിലും എല്ലാം നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കണം. പൂക്കളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ പൂക്കളുടെ ആയുസ് കുറയും, വാടിക്കൊഴിഞ്ഞു പോകും. ആഴ്ചയിൽ 2 തവണ ഫെർട്ടിലൈസറുകൾ കൊടുക്കാം. വളരെ നേർപ്പിച്ചാണ് കൊടുക്കേണ്ടത്. സാധാരണ ചെടികൾക്ക് കൊടുക്കുന്നതിലും നന്നായി നേർപ്പിച്ച് വേണം ഓർക്കിഡുകൾക്ക് ഫെർട്ടിലൈസർ കൊടുക്കാൻ. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും മാറി മാറി കൊടുക്കും. NPK 19-19-19 ആണ് ഞാൻ മിക്കവാറും ഓർക്കിഡുകൾക്ക് കൊടുക്കാറുള്ളത്. ഇത് നന്നായി ഓർക്കിഡുകൾ തഴച്ചു വളരാനും പൂക്കളിടാനും സഹായിക്കും. ചെറിയ ചെടികൾക്കൊക്കെ വളർച്ചയ്ക്കുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത്. വളർന്ന് പൂക്കളിടാറായി കഴിയുമ്പോഴാണ് പൂക്കളിടാനുള്ള വളങ്ങൾ കൊടുക്കേണ്ടത്. ഇന്ന് ഞാൻ കൊടുക്കുന്ന ബയോഗ്രോവിത്ത് എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അത് ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായതും എല്ലാ മൂലകങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. 15ഓളം ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നൈട്രജൻ, പൊട്ടാസ്യം, മാഗ്നീഷ്യം, കാൽസ്യം, അമിനോ ആസിഡ്, ഹ്യൂമിക് ആസിഡ്, സീവീഡ്, സിങ്ക്, മാംഗനീസ്, ഫെറസ്, ഇവയൊക്കെ ഇവയിൽ ചിലതാണ്. ഇത് ഗ്രാന്യൂൾ രൂപത്തിലാണ് കിട്ടുന്നത്. ഇത് വെള്ളത്തിലിട്ടാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അലുത്ത് കിട്ടുന്നതാണ്. ഇത് നന്നായി നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിലും ഇലകളിലുമൊക്കെ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ മുകളിൽ ടെറസിലാണ് ചെടികളൊക്കെ വെച്ചിട്ടുള്ളത്. പൂക്കളുള്ളവ മാത്രം സിറ്റൗട്ടിൽ ഒരു സ്റ്റാൻഡിൽ വെച്ചിരിക്കുകയാണ്. മുകളിൽ എല്ലാവർക്കും കാണാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. Thank you.